നിങ്ങൾക്കറിയാം, പാലക്കാട് കൽപ്പാത്തിയിൽ ഇന്ന് ദേവരഥ സംഗമം നടക്കും. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വിവിധ ഗ്രാമവീഥികളിലൂടെ പ്രയാണം നടത്തുന്ന തേരുകൾ ഇന്ന് വൈകുന്നേരം സംഗമിക്കും. ദേവരഥ സംഗമത്തിന് സാക്ഷ്യം വഹിക്കാൻ ആയിരങ്ങൾ കൽപ്പാത്തിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് ഞങ്ങളുടെ പ്രതിനിധികളായ പുരോഹിതലക്ഷ്മിയും പ്രജിൻസി കണ്ണനും കൽപ്പാത്തിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം. ഹലോ, നിങ്ങൾ യഥാർത്ഥത്തിൽ കൽപ്പാത്തിയിൽ അമർന്നു പോയോ? നിങ്ങൾ പറയൂ. നമ്മളിപ്പോൾ ഈ പറയുന്നത് പോലെ ഒരു എന്താണ് പറയാ, ജനസഹസ്രങ്ങൾക്കിടയിൽ പെട്ടിരിക്കുകയാണ്. അത് അത്രമാത്രം ആൾക്കാരുണ്ട്. ഭക്തജനങ്ങൾ ഇങ്ങനെ ഓരോ മിനിറ്റിലും നൂറുകണക്കിന് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അഗ്രഹാര വീഥികളിലെല്ലാം നമുക്കത് കാണാവുന്നതാണ്. നമ്മളിപ്പോഴുള്ളത് പഴയ കൽപ്പാത്തി ലക്ഷ്മി പെരുമാൾ ക്ഷേത്രത്തിന് അതെ ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിന് മുൻപിലാണ്. ഇവിടെ 3 തേരുകൾ, അതായത് രഥങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത്. എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അത്രത്തോളം ജനമുണ്ട് ഇവിടെ. ജനസഹസ്രത്തിന്റെ നടുക്കാണ് അല്ലെ. പറഞ്ഞു കഴിഞ്ഞാൽ താഴെ വിടാത്ത അത്രയും ആൾക്കാരുണ്ടെന്ന് പറയാം. നമ്മൾ അതിനെ ഒത്ത നടുവിലാണുള്ളത്. വൈകിട്ട് 5 മണിക്കാണ് ദേവരഥ സംഗമം നടക്കാനുള്ളത്. അപ്പം ആ സമയമാകുമ്പോഴത്തേക്കും ഇവിടുത്തെ ജനങ്ങളുടെ എണ്ണം അത് ഇമാജിനേഷൻ അപ്പുറമാണ്. അത്രമാത്രം ആൾക്കാർ ഈ അഗ്രഹാര വീഥികളിൽ എത്തുന്നുണ്ട്. അങ്ങനെ വീഥികളിലൂടെ രഥം ഇങ്ങനെ വലിച്ച് അത് ക്ഷേത്രത്തിലേക്ക് എത്തിക്കുക, അതാണ് പ്രധാനപ്പെട്ട ചടങ്ങ്. അപ്പൊ ആ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ഒരു ആത്മസാഫല്യത്തിന് വേണ്ടി 10,000ങ്ങളാണ് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് ചുറ്റും ഇവിടുത്തെ ആൾക്കാരൊക്കെ കാണാം. അപ്പൊ ഇത്തവണ നല്ല തിരക്കാണെന്ന് പറയുന്നത്. നല്ല തിരക്കാണ്. കാര്യം ഇലക്ഷന്റെ ട്രെൻഡ് കൂടിയുണ്ട്. അതുകൊണ്ട് 3 പാർട്ടിന്റെ ഇലക്ഷന്റെ ആളുകൾ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഫോർ ക്യാൻവാസിംഗ് വോട്ടാനോ. ആഗ്രഹത്തെ കുറെ ആളുകൾക്ക് ഇലക്ഷന്റെ വോട്ടുകളുണ്ട്. 3 സ്ഥാനാർത്ഥിയുടെ ആളുകളും ഇലക്ഷൻ ക്യാമ്പയിനും കൂടിയുണ്ട്. അതുകൊണ്ടാണ് എക്സ്ട്രാ ഒരു ഇത് കാണുന്നത്, എക്സ്ട്രാ ക്രൗഡ് കാണുന്നത്. പ്രധാനപ്പെട്ട തന്നെ ദേവരഥ സംഘമാണ്. അത് ഉച്ചഭക്ഷണത്തിന് ശേഷം ഉച്ച കഴിഞ്ഞ് ഒരു 3 മണിയൊക്കെ. ഈ കനത്ത ചൂടിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഇത്രയും അധികം ആളുകൾ ഇവിടേക്ക് എത്തുന്നത് അല്ലേ? മാഡം, കനത്ത ചൂടിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഇപ്പം പറയാനില്ല. കാര്യം പാലക്കാട് എക്സ്ട്രീം സമ്മറിലാണ് പാലക്കാട് ചൂട് വരുന്നത്. ഞങ്ങൾക്ക് ചൂടാണ്, ഞങ്ങൾക്ക് ചൂടായി തോന്നുന്നു. കാര്യം വേറെ ഡിസ്ട്രിക്റ്റിൽ നമുക്ക് അത് ഫീൽ ചെയ്യുന്നതാണ് അങ്ങനെ. എന്നാലും ഈ സമയത്ത് വൃശ്ചിക നാളെ 1-ാം തീയതിയാണ്. ഇപ്പൊ ഒരു തണുത്ത കാറ്റ്, ഒരു ബ്രീസ് നമുക്ക് കിട്ടും. ഒരു ഈവനിങ്ങോട് കൂടിയിട്ട് ഒരു കൂൾ ബ്രീസ് നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് വരും. അതുകൊണ്ട് നമുക്ക് ആ ചൂട് അത്ര ഫീൽ ചെയ്യില്ല ഇവിടെ ഉള്ള ആളുകൾക്ക്. പിന്നെ പുറമേ നിന്ന് വരുന്നവർക്ക് ഒരു പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് വരുന്നുണ്ട്. ചേട്ടൻ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളിങ്ങനെ അതിനിടയിൽ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേര് വന്ന് പറയുന്നുണ്ട്, SKനെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. ശരി ശരി. അപ്പൊ കച്ചവടക്കാരുണ്ട് ഒരുപാട്. ശരി. കൽപ്പാത്തിയിൽ നിന്ന് ദേവരഥ സംഗമം നടക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ കൽപ്പാത്തിയിലേക്ക് ഒഴുകിയെത്തി കഴിഞ്ഞു. കൽപ്പാത്തിക്കാർ ലോകത്ത് എവിടെയുണ്ടെങ്കിലും അവർ കൽപ്പാത്തിയിൽ എത്തിക്കാണ്. പ്രത്യേകിച്ച് പാലക്കാടുകാരുടെ ഏറ്റവും വലിയ ദേശീയ ഉത്സവം കൂടിയാണ് കൽപ്പാത്തി രഥോത്സവം.